ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്തെന്ന് വെച്ചാൽ, സ്നാപ്സീഡ് എന്ന് പറഞ്ഞൊരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ട്. ആ എഡിറ്റിംഗ് ആപ്പിലെ പകുതി ടൂൾസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്നാപ്സീഡ് എഡിറ്റിങ്ങിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയാണെങ്കിൽ സ്നാപ്സീഡിൽ നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്. ആ ആപ്പുകളൊക്കെ ആ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്നാപ്സീഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷനെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കുറേ ലുക്സ് ആയിട്ട് കാണാനായിരിക്കും. പോർട്രേറ്റ്, സ്മൂത്ത്, പോപ്പ്, ആക്സെൻച്വേറ്റ്, ഫേഡഡ്, ഗ്ലോ, മോർണിംഗ്, ബ്രൈറ്റ്, ഫൈൻ ആർട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ കറണ്ടേ നീക്കിയിട്ട് ഇവിടെ ടിക്ക് ബട്ടൺ കൊടുത്തു. നിങ്ങൾക്ക് ടൂൾസിൽ പോകുമ്പോൾ നിങ്ങൾ കുറേ ഓപ്ഷൻ കാണിക്കും. നിങ്ങൾ ഇതിലൊന്നും പേടിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ അകത്ത് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻസ് ഒന്ന് ട്യൂൺ ഇമേജ്, ഡീറ്റെയിൽസ്, കർവ്, വൈറ്റ് ബാലൻസ്, ക്രോപ്പ്, റൊട്ടേറ്റ്, പെർസ്പെക്റ്റീവ്, നമ്മൾ എക്സ്പാൻഡ് നമ്മൾ മിക്കവാറും ആൾക്കാർ ചെയ്യാറില്ല. പിന്നെ സെലക്റ്റീവ് ഒരു വലിയ ഉപയോഗമുള്ളൊരു ഇതാണ്. പിന്നെ ഹീലിംഗ്, HDR സ്കേപ്പ്, ഗ്ലാമർ, ഗ്ലോ. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാത്ത കാര്യം ഒന്ന് ഹെഡ് പോസ്, പിന്നെ പോർട്രേറ്റ്, നോയർ, അങ്ങനെ വിഗ്നെറ്റൊക്കെ ആവശ്യമുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ട്യൂൺ ഇമേജ് ഒന്ന് കാണിച്ചു തരാം. ട്യൂൺ ഇമേജ് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്തൊന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കും. നിങ്ങൾക്ക് ഇവിടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഇങ്ങനെ കാണാം. ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങൾ കൂട്ടിയിടുക. നല്ല ലുക്ക് സ്നാപ്സീഡ് നിങ്ങൾക്ക് ലഭിക്കും. ശേഷം നിങ്ങൾക്കിവിടെ കോൺട്രാസ്റ്റ് കാണാം. ഞാനിപ്പം ബ്രൈറ്റ്നസ് 34 ഇട്ടു. കോൺട്രാസ്റ്റ് ആവശ്യമുള്ള അത്ര ഇടുക. പക്ഷെ ഞാൻ 27 ഇട്ടു. സാറ്റുറേഷൻ നമുക്ക് ആവശ്യമുള്ള അത്ര 9 11 ഇടാം. ഞാൻ ആംബിയൻസ് നമുക്കിടാം. ഹൈലൈറ്റ്, ഷാഡോസ് ഇടാം. വാമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയാക്കുന്ന വാമ കൂട്ടാത്തതാണ് നിങ്ങൾക്ക് നല്ലത്. ശേഷം ശരി കൊടുക്കുക. ബിഫോർ ആഫ്റ്റർ കാണാം. അതിനുശേഷം നമുക്ക് കർവിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഒരു മൂഡി ലുക്ക് ലഭിക്കാനാണ്. ലൈറ്റ് റൂമിൽ പോലെ തന്നെ മൂഡി ലുക്ക് ലഭിക്കാനാണ് നമ്മൾ ഈ കർവ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കർവ് ഇവിടെ കൊണ്ട് ഒരു 2 ഡോട്ട് ഇവിടെ 2 ഡോട്ട് ഇടുക. ശേഷം ഈ ലെഫ്റ്റ് നമ്മൾ ഈ താഴെയുള്ള ഈ വര ജസ്റ്റ് ഒന്ന് പൊക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവിടെ ചെറുതായിട്ടൊരു മഞ്ഞ് പോലെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ ലഭിക്കും. മുകളിലത്തെ അതുപോലെ തന്നെ താത്തണം. നല്ല ഒരു മഞ്ഞ ലുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശരി കൊടുക്കുക. നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും നോക്കിയാൽ ഒരു നല്ല ലുക്ക് ഫോട്ടോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ടൂൾസ് എടുക്കാം. അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രോപ്പാണ്. ക്രോപ്പിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചില ഇൻസ്റ്റാഗ്രാം എടുത്ത് നിങ്ങൾ ഇൻഷോട്ടിലോ അങ്ങനെ മറ്റ് ആപ്ലിക്കേഷനുകൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലതെന്ന് ഞാൻ തോന്നുന്നു. അതിന് ശേഷം റൊട്ടേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോന് ഇങ്ങനെ വെക്കാം, അങ്ങനെ ഓരോ ഇതായിട്ട് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോനെ ചെരിച്ച് വെച്ചാലും ഇങ്ങനെ വെച്ചാലും ഇവിടെ മുഴുവൻ അവരത് കൂട്ടിത്തരും. നിങ്ങൾ കാണാം, ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് നീക്കാനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇത് കളയാൻ വേണ്ടി ഇവിടെ അണ്ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കളയാം. ശേഷം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് സെലക്റ്റീവിൻ്റെ ഏറ്റവും ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേണ്ടാത്ത സ്ഥലമൊക്കെ ബ്ലാക്ക് ആക്കാൻ വേണ്ടി ഈ സെലക്റ്റീവിനെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയൊരു ബ്ലാക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ സെലക്റ്റീവിൽ ബ്രൈറ്റ്നസ് കുറയ്ക്കുക. ഫുള്ള് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്രൈറ്റ്നസ് അത്യാവശ്യം കുറയ്ക്കുക. ശേഷം സ്ട്രക്ചറും കൂടെ കുറച്ചാൽ മതി. ബാക്കി കുറയ്ക്കുന്ന നല്ലതല്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ മാത്രം ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പൂവിന് എന്തെങ്കിലും ഭയങ്കര കളറാണെങ്കിൽ ആ പൂവിനെ സെലക്ട് ചെയ്യുക. 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ആ പൂവിൻ്റെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ്സും
സാറ്റുറേഷനൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് കണ്ടോ. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹീലിംഗ് എന്ന് വെച്ചാൽ നമുക്കിവിടെ വേണ്ടാത്ത കാര്യങ്ങൾ കളയാൻ, ഇവിടെ അത്യാവശ്യം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളയാനാണ് നമ്മൾ ഈ ഹീലിംഗ് ഉപയോഗിക്കുന്നത്. അതിന് ശേഷം HDS ഗ്ലാമർ ഗ്ലോ ഒക്കെ ഭയങ്കര ഇതായിരിക്കും. പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡാർക്ക് കുറേ ഓപ്ഷൻ കാണാം. എന്നിട്ട് നിങ്ങൾ കോൺട്രാസ്റ്റ് ഇടുക. അതിന് ശേഷം ടിക്ക് കൊടുക്കുക. മുകളിൽ ഈ ബട്ടൺ ഞെക്കുക. അവിടെ വ്യൂ എഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. വ്യൂ എഡിറ്റ്സ് എന്ന ഓപ്ഷൻ നിൽക്കുക. അതിനുശേഷം ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നടുക്കൊരു ബ്രഷിൻ്റെ ചിഹ്നം ഉണ്ടാകും. ആ ബ്രഷിൻ്റെ ചിഹ്നം ജസ്റ്റ് ഒന്ന് അമർത്തുക. കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് ഇൻവേർട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തുക. പക്ഷെ നമുക്ക് പൂവ് മാത്രം നമ്മളങ്ങ് മായ്ച്ചു കൊടുക്കുക. നമ്മൾ മായ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മുടെ എടുത്തേക്കുന്ന പച്ച കൂടി ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. വേറെ ഒന്നും മായ്ക്കുക. പച്ച ഇലയും അതും കൂടെ മായ്ക്കുക. ഈ ഇലയും കൂടെ ഒന്ന് മായ്ച്ച് നോക്കാം. നിങ്ങൾക്ക് പുറത്ത് നമ്മൾ കാണാം ആ ഇലയുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബ്ലാക്ക് ആയിട്ട് പൂ മാത്രം പൊങ്ങി നിൽക്കുന്ന കാണാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെൻസ് ബ്ലർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്കിങ്ങനെ ഈ വേണ്ടാത്ത ഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലറാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒന്ന് വെക്കുക. ശേഷം മുകളിൽ ബ്ലർ സ്ട്രെങ്ത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ സംഭവം കുറച്ചിടുക. അതിനുശേഷം ബ്ലർ സ്ട്രെങ്ത് ജസ്റ്റ് അത്യാവശ്യം വേണ്ടത്രയും കൂട്ടിയിടുക. ഇവിടെ കാണാം അവിടെ വേണ്ടാത്ത ഭാഗം അത്യാവശ്യം ഒന്ന് ബ്ലറായിട്ടുണ്ട്. ശേഷം ടൂൾസ് എടുക്കുക. ശേഷം വിഗ്നെറ്റ് നമ്മളൊന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാതെ തന്നെ അവിടെ 50 ആയിട്ടുണ്ടാവും. -50 ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം പിന്നെ ടെക്സ്റ്റ് വേണം നിങ്ങൾക്കിവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്കിവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ പേരൊന്ന് അടിച്ചു കൊടുത്തു. ഇവിടെ ഏറ്റവും നല്ലൊരു ഇവരുടെ ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒബാസിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ശരി കൊടുക്കുക. ഇതിപ്പോൾ വലുതായി പോയതുകൊണ്ടാണ്. നമുക്കൊന്നും കൂടെ അണ്ടു അടിച്ച് അതിനെ ഒന്ന് കളയാം. ടെക്സ്റ്റ് എടുത്തു. ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ പേര് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തത് എന്തോ പറ്റിയതാണ്. ഇങ്ങനെ 2 ഫിംഗർ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫി സൈൻ തന്നെ ഇവിടെ ഉപയോഗിക്കാനായിട്ട് ലഭിക്കും. നിങ്ങൾക്കിവിടെ നല്ലൊരു ഫോട്ടോഗ്രാഫി സൈൻ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡബിൾ എക്സ്പോഷറിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഗ്യാലറിയിൽ നിന്ന് വേറെ ചില ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എക്സ്പോഷറിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രെയിംസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഇങ്ങനെ സ്ക്വയറൊക്കെ പോലെ ആക്കി കണ്ടോ, നിങ്ങൾക്ക് ഓരോ ഡിസൈനിൽ ഫ്രെയിമുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഫ്രെയിമൊന്നും വെക്കുന്നില്ല. അതിനുശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എക്സ്പോർട്ട് ഞെക്കുക. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് റൂമിലോട്ടൊക്കെ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കുറച്ച് സമയം എടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണിപ്പം നമ്മളിപ്പം സ്നാപ്ചാറ്റിലെ എല്ലാ ടൂളും പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ നല്ലപോലെ ലൈറ്റ് റൂമിൽ തന്നെ സ്നാപ്ചാറ്റിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഫോട്ടോസ് എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു ദിവസം കാണാം. അതുവരേക്കും ബൈ.